മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു വിളവെടുപ്പ് ഉത്സവമാണ് നടത്തിയിരിക്കുന്നത്. വിളവെടുപ്പ് നമ്മളൊരു ഉത്സവമായി ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിളവെടുത്തത് പച്ചച്ചീരയുണ്ട്, അതുപോലെ തന്നെ പടവലങ്ങയുണ്ട്, പയറുണ്ട്, നിത്യവഴുതനയുണ്ട്. അപ്പോൾ വിളവെടുക്കുന്നതോടൊപ്പം തന്നെ പച്ചക്കറികൾ കൃഷി ചെയ്യുകയും അവ സ്ഥിരമായി കഴിക്കുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മറ്റ് ഭക്ഷണത്തോടൊപ്പം തന്നെ നമുക്ക് തന്നുകൊണ്ടിരുന്ന ഒരു കറിയാണ് പച്ചക്കറികൾ. അപ്പോൾ ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സസ്യങ്ങളുടെ ഇല, തണ്ട്, പൂവ്, കിഴങ്ങ് അപ്പോൾ എന്നിവയൊക്കെ നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പച്ചക്കറികളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കുടൽ. നമ്മുടെ രോഗങ്ങളുടെ മിക്കതിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് ഉദരത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഭക്ഷണം ദഹിക്കാതിരിക്കുകയും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളും വിഷാംശങ്ങളും ഒക്കെ ശരീരത്തിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ മോശപ്പെട്ട ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന മിക്ക രോഗങ്ങളുടെ ഉത്ഭവം എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. അതുപോലെ മിക്ക ഞാടിഞ്ഞരമ്പുകളും ബന്ധപ്പെട്ടിരിക്കുന്ന കുടലുമായിട്ടാണെന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടത്. അപ്പം ദഹന പ്രക്രിയ സുഗമമായെങ്കിൽ മാത്രമേ ശരീരം ഊർജ്ജസ്വലമായി നിലനിൽക്കത്തുള്ളൂ എന്ന് നമുക്കേവർക്കും ഉത്തമ ബോധ്യമുള്ളതാണ്. കുടലിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ ദഹന പ്രക്രിയകൾ സുഗമമായി നടക്കുകയുള്ളൂ. ദഹന പ്രക്രിയ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനെയും ആരോഗ്യത്തെയും സ്ഥിരമായി സ്വാധീനിക്കുമെന്ന കാര്യം നാം മനസ്സിലാക്കണം. ഈ പച്ചക്കറികൾ നമ്മൾ ധാരാളം കഴിക്കുമ്പോൾ ധാരാളം നാരുകൾ നമ്മുടെ ഉള്ളിലെത്തുകയും ദഹന പ്രക്രിയ സുഗമമാക്കുകയും തന്മൂലം മലബന്ധം ഉൾപ്പെടെയുള്ള ദോഷകരങ്ങളായ വിപത്തുകൾ ഒഴിവാക്കി ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ പച്ചക്കറികളിലും പച്ച ഇലക്കറികളിലും വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിരിക്കുന്നു. കുടലിലെ നല്ല ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കുന്നതിനും തൽഫലമായി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും പോഷകാംശങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, പച്ചക്കറികൾ നമ്മൾ ശീലമാക്കേണ്ടതുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും രോഗാണുക്കളെ നശിപ്പിച്ച് രോഗങ്ങളെ ചെറുത്ത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജസ്വലത കൈവരാനും അസുഖങ്ങളോ അണുബാധയോ ഇല്ലാതെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനും ഒക്കെ പച്ചക്കറി നമ്മൾ കഴിക്കേണ്ടതുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കാൻ വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. പോഷകങ്ങളുടെ കുറവ് രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ശരീരം അണുബാധ മൂലം രോഗങ്ങൾ കടുമയാവുകയും ചെയ്യുന്നു എന്ന് നാം ദുഃഖത്തോടെ സ്മരിക്കേണ്ടതുണ്ട്. ആയതിനാൽ പച്ചക്കറികൾ നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഹൃദ്രോഗം തടയാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും പച്ചക്കറികൾ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും വലിയ വിപത്തായി കാണുന്നതാണ് ഹൃദ്രോഗം, അതായത് ഹൃദയസ്തംഭനവും ഹൃദയത്തിനുണ്ടാകുന്ന അസുഖങ്ങളും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ചികിത്സാ ചെലവുകൾ വേണ്ടിവരുന്ന ഈ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒറ്റ ഒരു വാക്കുമേ ഉള്ളൂ, നമ്മൾ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ ഇടയ്ക്കൊക്കെ വ്യത്യസ്തങ്ങളായ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊണ്ണത്തടി കൂടുന്നു. എന്താണ് പൊണ്ണത്തടി കാരണം? മത്സ്യമാംസാദികൾ ധാരാളമായി കഴിക്കുന്ന മൂലമാണ് ഈ പൊണ്ണത്തടി ഉണ്ടാകുന്നതെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത പൊണ്ണത്തടി കുറയ്ക്കാൻ വേണ്ടി വീണ്ടും പൈസ ചിലവഴിക്കുന്നു. പല സ്ഥാപനങ്ങളിലുമൊക്കെ പോയി പലവിധ വ്യായാമങ്ങളിലുമൊക്കെ നമ്മൾ ഏർപ്പെട്ട് അതും ശരീരത്തിന് ദോഷമാണെന്ന കാര്യം നാം ഓർക്കണം. പൊണ്ണത്തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്ഥിരമായി ഇത്തരത്തിലുള്ള പച്ചക്കറികൾ വില കൊടുത്ത് വാങ്ങിച്ചോ അതല്ലെങ്കിൽ കൃഷി ചെയ്തോ കഴിച്ചാൽ പൊണ്ണത്തടി കുറയുകയും ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും സഹായിക്കുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. മിക്ക പച്ചക്കറികളിലും കലോറിയും കൊഴുപ്പും വളരെ കുറവാണ്. ഉയർന്ന കലോറി ഉള്ള പച്ചക്കറികൾ പോലും പോഷകസമ്പുഷ്ടമായതിനാൽ ശരീരത്തിന് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ നാം ഓർക്കേണ്ടതുണ്ട്. പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ധാരാളമായ ഇരുമ്പ് ലഭിക്കുന്നു, മഗ്നീഷ്യം ലഭിക്കുന്നു. ഈ ഇരുമ്പും മഗ്നീഷ്യവും നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം
നിലനിർത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്നു. രക്തചംക്രമണം സുഗമമാക്കാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശുദ്ധമായ പ്രാണവായു എത്തിക്കാനും നാം കഴിക്കുന്ന പച്ചക്കറികളിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പ് സത്തിന് കഴിയുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ ഓക്സിജൻ ലഭിക്കുന്ന മൂലം മാത്രമേ നമുക്ക് ഏകാഗ്രത കൈവരികയുള്ളൂ എന്ന കാര്യം നാം ഓർക്കണം. പഠിക്കുന്ന കുട്ടികൾക്ക് മാംസാദികൾ കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഏകാഗ്രതയും കൈവരികയും നല്ല ഒരു ശോഭനമായ ഒരു ജീവിതം പടുത്തുയർത്താൻ അവർ സ്വയം പ്രാപ്തരാകുകയും ചെയ്യുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അലസത മാറാനും ഊർജ്ജസ്വലത കൈവരിക്കാനും സ്ഥിരമായ പച്ചക്കറി കഴിക്കുന്നതിലൂടെ നാം ഓരോരുത്തർക്കും സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രായമാവും തോറും മാംസാദി ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പച്ചക്കറികളിലേക്ക് തിരിയുകയാണെങ്കിൽ നമ്മുടെ യുവത്വം നിലനിർത്താനും ചർമ്മരോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും കണ്ണുകളുടെ തിളക്കം വർദ്ധിക്കാനും സൗന്ദര്യം നിലനിർത്താനും ഒക്കെ സാധിക്കുമെന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും ഉള്ള മരുന്നാണ് പച്ചക്കറികൾ. വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ, പ്രത്യേകിച്ചും ജൈവ കൃഷിയോടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ചികിത്സാ ചെലവുകൾ വേണ്ടിവരുന്ന വിട്ടുമാറാത്ത പല രോഗങ്ങളും മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്ന് പലരും സാക്ഷ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ ഒരു പരിധിവരെയൊക്കെ ഇത് ശരിയായി വരുന്നുണ്ട്. പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ മാറാ രോഗങ്ങളാണ് ഇന്ന് മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഷറും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും ഒക്കെ നമ്മളെ അലട്ടുന്നുണ്ട്. ഇവയ്ക്കൊക്കെ ഒരു പരിഹാരമാണ് വ്യത്യസ്തങ്ങളായ പച്ചക്കറികൾ പലവിധ കറികളായിട്ട് നമ്മൾ കഴിക്കുന്നത്. ശരീരകോശങ്ങളുടെ കേടുപാടുകൾ തീർത്ത് പുതിയ ശരീരകോശങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ ആരോഗ്യമുള്ള കോശങ്ങളായി അവ നിലനിർത്തുന്നതിനും ഒക്കെ പച്ചക്കറി കഴിക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതും ഏറ്റവും കൂടുതൽ ദുഃഖിതരാക്കുന്നതുമായ ഒരു രോഗമാണ് പക്ഷാഘാതം, അതായത് തളർവാദം വരാതിരിക്കാനും വന്നവർക്കൊരു പരിധിവരെ മറ്റ് ചികിത്സകളൊന്നും കൂടാതെ തന്നെ കുറവ് വരാനും ഒക്കെ വിവിധ പച്ചക്കറികൾ വ്യത്യസ്ത രീതിയിൽ കറികൾ ഉൾപ്പെടുത്തി കഴിക്കുന്നതിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മത്സ്യവും മാംസവും ഒക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ആദ്യമൊക്കെ പച്ചക്കറികളോട് താല്പര്യക്കുറവ് തോന്നും. അതുപോലെ തന്നെ മത്സ്യവും മാംസവും കറികളായിട്ടില്ലെങ്കിൽ ഭക്ഷണങ്ങൾ വേണ്ടാത്ത ഒരു അനുഭവമൊക്കെ ഉണ്ടാവും. എന്നാൽ പച്ചക്കറികൾ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ മത്സ്യത്തിനോടും മാംസത്തിനോടുള്ള ആഭിനിവേശം ഇല്ലാതാവുകയും പച്ചക്കറികളാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടതെന്ന ധാരണ ഉണ്ടാവുകയും ആരോഗ്യപൂർണ്ണമായ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രോഗമാണ് ക്യാൻസർ. മറ്റ് രോഗങ്ങളെപ്പോലെ തന്നെ നാം ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്യാൻസറാണ്. എപ്പോൾ പിടിപെടുമെന്നോ ഏത് സമയത്ത് ഇത് പ്രത്യക്ഷപ്പെടുമെന്നും അറിയാൻ വയ്യാത്ത ഈ ക്യാൻസറിനെ ചെറുക്കാൻ ഒരു പരിധിവരെ പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ സാധിക്കുമെന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. പച്ചക്കറികൾ സമ്പൂർണ്ണ ഒരാഹാരമാണ്. ഭൂമിയിൽ നിന്ന് നമ്മൾ വിളയിക്കുന്ന പോഷകാമൃതമായ ഈ പച്ചക്കറികൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഒഴിവാക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ നിരവധി പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എത്ര സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്കും പച്ചക്കറികൾ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സാധിക്കും. അതിലൂടെ നമുക്കുണ്ടാക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ മാത്രമല്ല മാനസികവും ഒപ്പം സാമ്പത്തികമായ ചില ഗുണങ്ങൾ കൂടി ഉണ്ടാകുന്നു. നമ്മൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിൽക്കാമെങ്കിൽ നല്ല പൈസ കിട്ടുന്നു, പ്രത്യേകിച്ചും ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണത്തെയും കൃഷി രീതികളെയും ഒക്കെ പറ്റി ചിന്തിക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്യാനും ഒക്കെ ആഗ്രഹമെങ്കിൽ, ഈ കൃഷിക്കാഴ്ചകൾ കാണുന്നത് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളിതുവരെ എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.